അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ? അല്ലട്ടാ. അപ്പൊ ഇതൊക്കെ നിന്റെ പാപങ്ങള്? അന്നത്തെ കേസിൽ വിയൂർ വരെ ഒന്ന് പോകേണ്ടി വന്നു. അവിടെ വെച്ചാണ് പുതിയ കുറെ ഗടികളെ ഞാൻ പരിചയപ്പെടുന്നത്. പുതിയ ഗടികള്? എല്ലാവർക്കും വെവ്വേറെ സ്റ്റോറി ഉണ്ട് കേട്ടാ. സെപ്പറേറ്റ് സ്റ്റോറീസാ? സർ 3 പേര് കൂടി ഉണ്ട്. വേഗട്ടെ. തിരുവാതിരളിയായല്ലോ. ഫുഡിന്റെ ഒക്കെ കാര്യം ഓക്കേടാ. ഇവനെന്തിനീ കരയണേ? എന്തിട്ട് കരയണേ? ഒന്ന് നിർത്തരുത്. എന്തുട്ടിത്? സാറന്ന് പിന്നെ പോലെ ഒരുത്തിനും കൂടി വരാണ്ട്. ഓ, ഒരുത്തനും കൂടി വരാനുണ്ട്. നിലത്തിരിക്കടാ. ഇരിക്കടാ. കാല് മാറ്റടാ. അങ്ങോട്ട് ഇരി. പേര്? മാർട്ടിൻ. അപ്പന്റെ പേര്? പാപ്പി. ജപ്പാൻ പാപ്പി. അടുത്താള്? നാരായണൻകുട്ടി. അപ്പന്റെ പേര്? ഉറക്കെ പറടാ. കേശവൻ. പറ. സുന്ദരേശൻ. അപ്പന്റെ പേര്? രാമകൃഷ്ണൻ. പേര്? റോയ്. അപ്പന്റെ പേര്? ചാക്കോ. മാറ്. പറടാ. കൃഷ്ണനുണ്ണി. അപ്പന്റെ പേര്? ശങ്കർ നായർ. ഷൈബു. അപ്പന്റെ പേര്? സുനാളാ. ലെഫ്റ്റ് സൈഡാ പിടിക്കാം. ഇവിടെ മാറാ. ഇടിച്ചത് ഡഗടിയേ. നീ ഇതിനിടക്കറിയണേ. ഹാപ്പി ആയിട്ടിരിക്കടാ. സംഗതി ഇത്തിരി ഡാർക്കണെങ്കിലും ഈ ജയിൽ എന്ന് പറയണത് ഒരു സംഭവം തന്നെ കേട്ടാച്ചാ. ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഒരു 10 എണ്ണത്തിനെ പൊക്കിയ അതിൽ 9 എണ്ണം ഇന്റർനാഷണൽ വേസ്റ്റോളാ. പക്ഷെ ഇവിടെ സീൻ അതല്ലട്ടാ. ഇവിടെ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിച്ചു വരാം. അങ്ങനെ ആവുമ്പോ ജയിൽ എന്ന് പറയണത് മൊത്തത്തിൽ ക്രിയേറ്റീവ് പീപ്പിൾസ് അച്ഛാ.
നീ കുറെ നേരം ഇത് വെച്ച് താലോടിച്ചോണ്ടിരിക്കുന്നു. എടാ ചിക്കൻ ബിരിയാണി ഉള്ള ദിവസം തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ലേ? അത് തന്നെ ഒരു ഭാഗ്യല്ലേ കിടാവേ. നീ അതൊക്കെ കഴിച്ചേ. എന്ത്? ഞാൻ ചിക്കൻ കഴിക്കില്ല. പാവറട്ടി പെരുന്നാളിന് കൊടച്ചിരിക്കിയ പോലെ ആയാലോടാ നിന്റെ കോലം. നീ ആ ചിക്കനാ കഴിച്ചേ. അങ്ങോട്ട് പൂക്കട്ടെ കാവടി. ഇതിൽ മുട്ടയുണ്ടെന്ന്. ദേ ചിക്കൻ ഞാനെടുത്തു, മുട്ട എടുത്തു. നീ റൈസാ പിടച്ചേ. ഇനി ആർക്കെങ്കിലും ചിക്കനോ മുട്ട ആവശ്യമില്ലാത്തവരുണ്ടോ? ഇവനൊന്ന് ഞാൻ അല്ല ജ്യേഷ്ഠൻ കഴിച്ചോ? കഴിച്ചോ ജ്യേഷ്ഠൻ? ഞാൻ ഡേറ്റിങ്ങിലാണ്. ആ നിലവിളിക്കില്ലേ? മനുഷ്യനെ പേടിപ്പിക്കില്ലടാ. നിന്റെ കണ്ണിപ്പൊ പുറത്ത് ചാടൂലോ. നീ കാലത്ത് മുതൽ കരയണതാണല്ലോ. എന്താ നിന്റെ പ്രശ്നം? എന്നിട്ട് നിന്റെ പേര്? നീ എങ്ങനെ ഉള്ളിലായേ? എൻ്റെ പേര് നാരായണൻകുട്ടി. ഈഞ്ച കൊണ്ട് പേരാണല്ലോ. ഇനി നീ ആ സ്റ്റോറിയാ പറഞ്ഞേ. ആ എനിക്ക് ടൗണിലൊരു ഷോപ്പുണ്ടേ, ആ ഇലക്ട്രോണിക് ഷോപ്പ്. വാ മുട്ടിയോക്ക ഇതെന്നെ തോന്നുന്നു. നീ കാശ് പിടിച്ചേ. നീ എന്നെ കൊടുത്താട്ടാ. പിടിക്ക്. നീ ചോദിക്ക്. ചേട്ടാ ഇവിടെ അല്ലേ ക്യാമറ ഒക്കെ പിടിപ്പിച്ചിരുന്ന സ്ഥലം? അതെ. ഇതെല്ലായിടത്തും വെക്കാൻ പറ്റുമോ? പിന്നെ ഇത് പാനൽ വെക്കാം, വാച്ചിൽ വെക്കാം, കുടുക്കില്ലേ അതിൽ വെക്കാം, എവിടെ വേണേലും വെക്കാം. ഈ സോപ്പെട്ടിയിൽ വെക്കാൻ പറ്റുമോ? ഓ വെക്കാലോ. ഇതേ റെസ്റ്റോറന്റിലെ റൂം ക്ലീനേഴ്സായ രാജനും സിജോയുമാണ് ഇപ്പോൾ ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ബാത്റൂമിൽ സോപ്പുവെട്ടിക്ക് അകത്താണ് അവർ ക്യാമറ സ്ഥാപിച്ചിരുന്നത്. നഗരത്തിലെ ഹോട്ടലുകളിൽ ഇത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായിരിക്കുകയാണ്. ഇത്തരം ഒളിക്യാമറ വിവാദങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നിൽ വൻ മാഫിയ തന്നെയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോ അവനുണ്ടാക്കിയെന്ന് അവരെങ്ങനെ അറിഞ്ഞേ? നീ എന്തിനാണ് സ്റ്റിക്കർ ഒട്ടിച്ചേ? കടയ്ക്ക് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടാ. എന്തിട്ട് മണ്ടനാ. നിന്നെടാ.
കപ്പ് ഒടിച്ചിന് ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കുന്ന ഒരു ആസലേഷനാണത്. ചൗക്കാളക്കടി നീ എൻജോയ് ചെയ്യടാ, അല്ലെങ്കിൽ നീ ഇരുന്ന് പോകും. വയസ്സുള്ള കുട്ടിയെ കിട്ടിയാലാടാ നിന്നെ ഉപ്പ് തീർക്കാൻ. അതങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഈ ജാതി ചെയ്താമര തേരണ്ടി വല്ലടിക്കണം. നല്ല ചാമ്പി ചാമ്പിയല്ലേ? അതാരവൻ മിടുക്കനാണല്ലോ. അതല്ലേ നമ്മുടെ ഷബാബ്. മാനമര്യാദക്ക് തല്ലും കുത്തായിട്ട് ഇവിടെ നടന്നിരുന്ന ഒരു കാര്യമില്ലാണ്ട് വീട്ടുകാരെ പിടിച്ച് ഗൾഫിക്കാ വിട്ടു. എന്നിട്ട് എന്തായി? വിസ കൊടുത്തവൻ പണിയാൻ പറ്റിച്ചപ്പോ ദുബായ് ജയിലില് 10 മാസം കിടന്നു. ദുബായ് ജയിലില് അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ബാബു ബാബേട്ട ഉറങ്ങാ. ആരാ? ഒന്ന് വിളിക്കോ? ഒരു മിനിറ്റ് ട്ടാ. ബാബേട്ട, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്.